ഇന്ന് നമ്മുടെ 6th ഇയറിൽ ആദ്യമായിട്ട് ചാമുണ്ടി പോവാൻ പോവാണ്. മൈസൂര് വരുന്ന ആരും മിസ് ചെയ്യാതെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ചാമുണ്ടി ഹിൽസും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചാമുണ്ടേശ്വരി ടെമ്പിളും. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 17 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചാമുണ്ടി ടെമ്പിൾ കാണുന്നത്. പക്ഷെ അന്ന് ഇതിനു പിന്നിലുള്ള ഐതിഹ്യത്തെക്കുറിച്ചോ മൈസൂരു എന്ന ദേശത്തിൻ്റെയും ഈ ഒരു ടെമ്പിളിൻ്റെയും കണക്ഷനെ പറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഐതിഹ്യം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. മഹിഷാസുര മർദ്ദിനിയായ ചാമുണ്ടിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇപ്പറഞ്ഞ മഹിഷാസുരൻ താമസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് അത്രേ ഇതിനെ മഹിഷൂരു എന്ന് വിളിച്ചത്. പിന്നീട് ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തില് മൈസൂർ എന്നാവുകയും ഇപ്പൊ മൈസൂരു എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ഇനി കഥ പറയാം. ഹൈന്ദവ പുരാണം അനുസരിച്ച് 3 ലോകവും അടക്കി വാണിരുന്നു എന്നവകാശപ്പെട്ടിരുന്ന ഒരു അസുര ചക്രവർത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ മഹിഷാസുരൻ. ദേവന്മാരുടെ സർവനാശായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. മഹിഷാസുരൻ ഒരിക്കലും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ഒടുവില് ബ്രഹ്മാവ് പുള്ളിയിൽ പ്രസാദിച്ചു. ഭൂമിയിൽ പിറന്ന ആർക്കും തന്നെ വധിക്കാൻ കഴിയരുത്, മനുഷ്യരുടെ കൈകൊണ്ട് എനിക്ക് മരണം ഉണ്ടാവരുത്, ദേവന്മാർക്ക് തന്നെ കൊല്ലാൻ കഴിയരുത്. ഈ 3 കണ്ടീഷൻസ് ആണ് മഹിഷാസുരൻ ബ്രഹ്മാവിനോട് ചോദിച്ചത്. ഒരു കാര്യം കൂടി മഹിഷാസുരൻ കൂട്ടിച്ചേർത്തു. ഇനിയിപ്പോ മരണം അനിവാര്യമാണെങ്കിൽ അത് ഒരു സ്ത്രീയുടെ കൈകൊണ്ടാവണം. സ്ത്രീകൾക്കൊരിക്കലും ശക്തനായ തന്നോട് പൊരുതാൻ കഴിയില്ല എന്നായിരുന്നു മഹിഷാസുരൻ കരുതിയിരുന്നത്. ബ്രഹ്മാവ് ആ വരം മഹിഷാസുരന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ അസുരൻ ഭൂമിയിലും ദേവലോകത്തും അക്രമം അഴിച്ചുവിട്ടു. അങ്ങനെ ദേവന്മാർ ആകെ രക്ഷയ്ക്കായിട്ട് ത്രിമൂർത്തികളോട് അപേക്ഷിച്ചു. അവസാനം ത്രിമൂർത്തികൾ തങ്ങളുടെ ശക്തികളൊക്കെ സമന്വയിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടി നടത്തി. അതാണ് പാർവതി ദേവിയുടെ അവതാരമായിട്ടുള്ള ചാമുണ്ടീശ്വരി. ദേവിയും മഹിഷാസുരനുമായിട്ട് നടന്ന യുദ്ധത്തിന്റെ 10ാം ദിവസം ഈ മലയിൽ വെച്ചാണ് ദേവി മഹിഷാസുരനെ വധിക്കുന്നത്. അതാണ് നമ്മുടെ ചാമുണ്ടി ഹിൽസിന്റെയും ചാമുണ്ടേശ്വരി ടെമ്പിളിന്റെയും പിന്നിലുള്ള ഐതിഹ്യം. അയ്യോ, കഥ പറഞ്ഞ് ഒത്തിരി ലേറ്റായി. ഞങ്ങളിതേ ചാമുണ്ടി ടെമ്പിളിൽ എത്തിട്ടോ. ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു വഴി, ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഭംഗിയുള്ള വസ്തുക്കൾ നിരത്തി വെച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വേ ആണിത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നേ ചെരുപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ട് വേണം പോവാൻ. പിന്നീട് ടിക്കറ്റ് എടുക്കേണ്ട ധൃതിയിലായിരുന്നു ഞങ്ങൾ പോയതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു അത്. ശ്രാവണി അനുഷയും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് കൊണ്ട് ഇവിടുത്തെ പ്രൊസീജിയറിനെ പറ്റിയൊന്നും അവർക്കധികം കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ ആറയിൽ പഠിക്കാൻ വന്നിട്ട് 6 വർഷമായെങ്കിലും ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു 6 വർഷത്തിൽ ചാമുണ്ടിയിലേക്കൊരു വിസിറ്റ്. അതുകൊണ്ട് എനിക്കത് അത്യാവശ്യം സ്പെഷ്യലായിരുന്നു. കൃത്യമായിട്ട് 30 രൂപ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ ക്യൂവിലേക്ക് ഉള്ള ഓട്ടപ്പായ്സിലാണ് ഞങ്ങളെല്ലാവരും. ശനിയാഴ്ചയാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് ഇവരെന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷെ എന്നാലും ഇത് ഞാൻ വിചാരിച്ചതിനൊക്കെ മേലെയുള്ള തിരക്കായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ ആ ക്യൂവിൽ തന്നെയായിരുന്നു. പതിയെ നടന്ന് എങ്ങനെയോ അവിടെ എത്തി. അതിനിടയ്ക്ക് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു
കർണാടകയിലുള്ള ഒരു ഫാമിലി ഞങ്ങൾക്ക് പോപ്കോണും വേറെ സ്നാക്സൊക്കെ തന്ന് ഞങ്ങളുടെ വിശപ്പിന് ശമനം വരുത്തി. ഇനി അങ്ങോട്ടാണ് ശരിക്കുള്ള തിരക്ക് വരാൻ പോണേന്ന് പറഞ്ഞു. ഫോണൊക്കെ കയ്യിൽ നിന്ന് വീണ് പോയാൽ പിന്നെ അതിൻ്റെ പൊടി പോലും തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് മടക്കി ബാഗിലെത്തി. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ചാമുണ്ഡി ദേവിയൊക്കെ കണ്ട് പുറത്തിറങ്ങി ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് ലഡുവൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് സുഖമായിട്ട് കുറച്ചു നേരം അവിടെ അങ്ങ് ഇരുന്നു. അങ്ങനെ 12 മണിക്ക് അവിടെ എത്തിയ ഞങ്ങള് ക്ഷേത്രത്തിന് പുറത്തിറങ്ങുന്നത് ഓൾമോസ്റ്റ് ഒരു 4-4:30 ആയപ്പോഴാണ്. വീക്കെൻഡ് പോകുന്നത് ഒട്ടും നല്ല ഓപ്ഷൻ അല്ല എന്ന് എനിക്കന്ന് മനസ്സിലായി. പക്ഷെ രാവിലെ വന്നു കഴിഞ്ഞാൽ അധികം തിരക്കുണ്ടാവില്ല എന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ചാമുണ്ടേശ്വരി ടെമ്പിൾ. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ ഒരു അമ്പലവും ഇതിൻ്റെ പരിസരമൊക്കെ തരുന്ന ഒരു പോസിറ്റിവിറ്റി ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ ആ ഒരു ലോങ് ഡേ കഴിഞ്ഞ് തിരിച്ച് കോളേജിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ തിരിച്ചു മടങ്ങുമ്പോഴേ അനുഷ ഒന്ന് ചെറുതായിട്ട് ട്രാപ്ഡായ വിഷ്വൽസാണ് ഈ കാണുന്നത്. പുള്ളിക്കാരൻ അവളുടെ ഭാവി പ്രവചിക്കുകയാണ് കേട്ടോ. ഓരോ യാത്രകളും നമ്മൾ ഓരോ പാഠം പഠിപ്പിക്കുമെന്നാണല്ലോ. അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ ഈ ഒരു ടെമ്പിൾ വിസിറ്റിൽ ഞങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം അത് ക്ഷമയാണ്. അങ്ങനെ ക്ഷമയും കരുതലും സ്നേഹവും വിശ്വാസവും ഒക്കെയുള്ള ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ഒത്തുചേരൽ കൂടിയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു വൈകിക്കുന്നില്ല, ചാമുണ്ടേശ്വരി ടെമ്പിൾ വിസിറ്റ് അത് കിടിലായിരുന്നു. മൈസൂർ വന്നാൽ ആരും മിസ്സാക്കാതെ പോവേണ്ട സ്ഥലം തന്നെയാണിത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞ് ചാമുണ്ഡി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.